പ്രിയ സുഹൃത്തെ, മറ്റൊരു പുത്തൻ പരമ്പരയിലേക്ക് സ്വാഗതം. ഇസ്ലാം പ്രായോഗിക മതമാണോ? ഇതാണ് നമ്മുടെ ചോദ്യം. എൻ്റെ അനുഭവത്തിലും അറിവിലും പഠനത്തിലും കണ്ടെത്തലിലും ഇസ്ലാം ഒരു പ്രായോഗിക മതമല്ല. മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ അപ്രായോഗികമായ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവയൊക്കെ കർശനമായി തന്നെ നടപ്പിലാക്കണമെന്നും നടപ്പിലാക്കിയില്ലെങ്കിൽ ശക്തമായ ശിക്ഷാവിധികൾ ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പം ഇന്ത്യയിൽ കാർഷിക ബില്ല്, പരിഷ്കരണ ബില്ല്, കർഷകരാകെ സമരരംഗത്താണ്. കാരണം അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന നിയമം അവരുടെ ജീവിതത്തെ ബാധിക്കുന്നത് കൊണ്ട് അവർക്ക് സമരം ചെയ്യാതെ ഇതിനെ എതിർക്കാതിരിക്കാനാവില്ല. ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം അത് ഉണ്ടാക്കേണ്ടത്? ആർക്കു വേണ്ടിയാണോ നിയമങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത് അവരെക്കുറിച്ചുള്ള ഗഹനമായ അറിവ്, അവർക്ക് പ്രാവർത്തികമാക്കാവുന്നവ, അവർക്ക് വേണ്ടത്, അവർക്ക് നന്മ വരുത്തുന്നത്, ഇതൊക്കെ തന്നെ ആയിരിക്കണം. ഇതൊന്നുമല്ലെങ്കിലോ അത് അറിഞ്ഞുകൂടാത്തയാൾ ചെയ്തത്, അപ്രായോഗികമായതാണത്, അത് മനുഷ്യൻ നടപ്പിലാക്കില്ല, നടപ്പിലാക്കാൻ തുനിഞ്ഞാൽ പോലും സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകും. അത് ദൈവീകവുമല്ല എന്ന് തീരുമാനിക്കേണ്ടി വരും. നമ്മളിവിടെ പ്രധാനമായി ഉന്നയിക്കുന്ന വിഷയം ഇസ്ലാം പറയുന്ന പ്രായോഗികത അല്ലാത്ത നിയമങ്ങളെ ഇസ്ലാം വിശ്വാസികൾക്ക് തന്നെ അനുസരിക്കാനൊക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കപ്പെട്ടു? ഇത് ദൈവികമായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേട്, ദുർഗതി ആ നിയമത്തിന് വരുമായിരുന്നു. മനുഷ്യൻ്റെ ഇന്നോളമുള്ള ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ അവൻ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ നിയമങ്ങൾക്കും മാറ്റം വരുത്തി. ജീവിതം നല്ലൊരു ഒഴുക്കാണ്, ശക്തിയാർജിച്ച ഒഴുക്കാണ്. ഒഴുക്കിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ അപ്പോഴും നിയമം അപ്രായോഗികമാകും. മതനിയമങ്ങളോ, ഉദാഹരണത്തിന് ഒരാൾ ഒരു സ്ത്രീയെ കെട്ടി, അയാൾക്ക് മൊഴി ചൊല്ലാൻ തോന്നി, ഡൈവേഴ്സാണ്. വീണ്ടും അവളെ അയാൾ കെട്ടണമെങ്കിൽ അവളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്ത് അയാൾ ഡൈവേഴ്സ് ചെയ്തിട്ട് വേണം ആദ്യത്തെ ഭർത്താവിന് തൻ്റെ ഭാര്യയെ. എവിടുത്തെ നിയമമാണിത്? എന്താണ് ഈ നിയമം? ഇന്ന് അങ്ങനെ സംഭവിക്കുമോ? സാധിക്കുമോ? ഏതെങ്കിലും പുരുഷനും സ്ത്രീയും ഇതിന് തയ്യാറാകുമോ? കടുത്ത നിസ്കാരമൊന്നും മുടക്കാത്ത വിശ്വാസിയാണെങ്കിൽ പോലും അതിൽ നിയമത്തിനകത്ത് പഴുതുകൾ കണ്ടെത്തും. അങ്ങനെയല്ല, ഇങ്ങനെയല്ല, ആ വ്യാഖ്യാനമല്ല, ഈ വ്യാഖ്യാനമല്ല, ദുർവ്യാഖ്യാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് പഴുതു കണ്ടെത്തിക്കൊണ്ട് ആളുകൾ ഇതിനെ മാറ്റി. അപ്പം നിയമങ്ങൾ മാറ്റപ്പെടേണ്ടതാണ്. ഇന്നും വിവാഹമോചിതയായ ഒരു സ്ത്രീയെ അതേ ഭർത്താവിന് വിവാഹം കഴിക്കണമെങ്കിൽ അവൾ മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് പറയുന്ന നിയമത്തെ മാറ്റാത്തിടത്തോളം കാലം ആ നിയമവൃത്തങ്ങളുടെ മുമ്പിൽ അപഹാസ്യമായി നിൽക്കുമെന്നുള്ള ദുരവസ്ഥയാണ് സംജാതമാകുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റും അതുകളീ നിങ്ങളെത്താൻ. അതുകൊണ്ട് ഇതൊന്നും മതം മാറ്റിയില്ലെങ്കിലും മത അനുയായികൾ ഭംഗിയായി മാറ്റി തന്നെയാണ് ജീവിതം സുഖമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാറ്റാത്തവർക്ക് ദുഃഖമുണ്ട്, ദുഃഖിച്ചേ കഴിയാൻ പറ്റുള്ളൂ. ഇനി
ബുക്കിലെ നിയമങ്ങളെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് 8 പശുവാണ്. 0 യൂസ്ലെസ് അപ്പാരറ്റസ് എന്ന ഈ മൗലൂദ് ഈ ബഗ്ലിലും മിലാദേ പ്രഭാഷണങ്ങളിലും അപ്പോളജിസ്റ്റുകളും നവ അപ്പോളജിസ്റ്റുകൾ ഉൾപ്പെടെ ഈ നിയമത്തേക്കാണ് പൊക്കിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നവരൊക്കെ. നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതാണോ? നിങ്ങൾക്ക് പോലും ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം ഒരു പൊതുപ്രസംഗത്തിൽ പറയുകയാണ്, തൻ്റെ ഭാര്യയോട് അഭ്യർത്ഥിക്കുകയാണ്, 2 കെട്ടുന്നത് ഇസ്ലാമിൽ അനുവദനീയമായതുകൊണ്ട് പാവപ്പെട്ട ഇബ്രാഹിം ഇക്കയുടെ മകളെ കെട്ടാൻ നീ എന്നെ അനുവദിക്കും. അയാൾ ഇന്നേ വരെ കെട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹു ഹലാലാക്കിയ ഇക്കാര്യം തന്നെ അയാളുടെ ഭാര്യയ്ക്ക് അനുസരിക്കാൻ ഒക്കാതെ വരുമ്പോൾ അതിലൂടെ അയാൾക്കും പിൻപറ്റാൻ ഒക്കാതെ വരുന്നുണ്ട്. അവിടെയാണ് കാര്യം. ഇത് നമ്മുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത് മോരും മുതിരയും പോലെ. അങ്ങനെ ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും, ഏകദേശം എല്ലാ നിയമങ്ങളും നമുക്ക് ഓരോ എപ്പിസോഡിലും ഓരോന്നായിട്ട് നമ്മൾ ഇപ്രാവശ്യം ചർച്ചയ്ക്കെടുക്കുന്നത് ഇൻട്രസ്റ്റ്, പലിശ എന്നത്. സാമ്പത്തികതയുടെ നട്ടെല്ലാണ് പലിശ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അയാൾ എപ്പോഴും എന്നെ കാണുമ്പോൾ എൻ്റെ യുക്തിവാദത്തെ അങ്ങേയറ്റം കളിയാക്കും. ഞാൻ അയാളെ കളിയാക്കാറില്ല, സംസാരിക്കാൻ പോകാറില്ല. അയാളുടെ ഒരു സ്വതസിദ്ധമായ ശൈലി എന്ന് പറയുന്നത് അവഹേളനമാണ്. എന്നെ എപ്പോൾ കണ്ടാലും ശരി, ഞാൻ അയാളോട് അഭ്യർത്ഥിക്കും, ദയവേത് ഈ ഒരു വർത്തമാനമല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. നിങ്ങളുടെ മതവിശ്വാസത്തെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചോദ്യം ചെയ്യാൻ ഞാൻ വരുന്നില്ല. നിങ്ങളുടെ അവകാശമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ മതത്തെ ഞാൻ വിമർശിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ യുക്തിവാദത്തെ വിമർശിക്കാം. ഞാനാൽ വിമർശിക്കപ്പെടാത്തതുപോലെ എന്നെ നിങ്ങൾക്ക് വിമർശിക്കാൻ, അത്രയ്ക്ക് വ്യക്തിപരമായി വിമർശിക്കാനാവില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം തന്നെ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും സ്നേഹപൂർവ്വം തന്നെയാണ്. പുള്ളി, ഞാൻ ഒറ്റകൈ ഒരു പ്രയോഗം നടത്തി. പുള്ളി വീട് വെച്ചു ഈ ഇടയ്ക്ക്, എൻ്റെ വീട്ടിനടുത്താണ്. 2 കാറെടുത്തു. കച്ചവടം മാന്യമായ രീതിയിൽ ചെയ്യുന്ന ഒരു മിടുക്കനായ, സമർത്ഥനായ, വളരെ മോശമായ സ്വഭാവങ്ങളൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ. വിശ്വാസപരമായ ആൾക്കല്പം ഉയർച്ചയുണ്ട്, ഒരു കാഠിന്യമുണ്ട്. തീവ്രവാദിയൊന്നുമില്ല, അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ ചെയ്ത 3 കാര്യവും, വീട് വയ്ക്കുക, 2 കാർ വാങ്ങിക്കുക, ഇത് 3നും നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഇത് 3നുമല്ല, കച്ചവടം ചെയ്യാനായിട്ടും ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. പലിശ അടയ്ക്കാറുണ്ടോ? തീർച്ചയായിട്ടും. അടച്ചില്ലെങ്കിൽ വസ്തു ജപ്തി ചെയ്യും. ഞാൻ പറഞ്ഞു, ഇത് നിഷിദ്ധമായ ഒരു കാര്യമാണ്. ഇസ്ലാമിക പ്രമാണമനുസരിച്ച് നിഷിദ്ധമാക്കപ്പെട്ട ഒന്നാണ് പലിശ, ഹറാമാണ്. ഈ ഹലാൽ ഹറാം എന്നൊക്കെ പറഞ്ഞാൽ, ഈ ഹലാൽ എന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇറച്ചിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഹോട്ടലുകൾ, ഹലാൽ ഹോട്ടൽ, ഇനി ഹലാൽ ആശുപത്രി, ഹലാൽ സ്കൂൾ ഇപ്പോൾ തന്നെ ഉണ്ട്, നമ്മുടെ പി സ്കൂളൊക്കെ. അപ്പം അയാൾ പറഞ്ഞു, അയാൾക്കത് വാങ്ങാതെയും കൊടുക്കാതെയും ഇടപെടാതെയും ഒക്കെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ എത്ര പ്രാർത്ഥിച്ചാലും അതുകൊണ്ട് 1 മണി അരി കിട്ടാത്തത് കൊണ്ട് കർഷകൻ കലപ്പ കയ്യിലെടുക്കുന്നത്, 1 തുള്ളി വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ തൂമ്പയെടുത്ത് മണ്ണിൽ കുത്തി ജലധാരയുണ്ടാക്കി ദാഹം അകറ്റുന്നത്. പിന്നെ സംസം കിണറിൻ്റെയൊക്കെ കഥ അങ്ങനെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ദാഹം അകറ്റാം. എന്ത് ദാഹം? ആത്മീയ ദാഹം അകറ്റാം. ദാഹം അകറ്റണമെങ്കിൽ തൂമ്പ വേണം, വെള്ളമുള്ള പ്രദേശമായിരിക്കണം. ഇതിന് പകരം അവർ വയ്ക്കുന്നതാണ് ഇസ്ലാമിക ബാങ്കിങ്.
ഇത് ഈ നമ്മൾ ഈ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, മൃഗങ്ങൾക്ക് എന്തെങ്കിലും മരുന്ന് കൊടുക്കണമെങ്കിൽ പഴത്തിനകത്ത് കയറ്റി ഈ പഴം അണ്ണാക്കിലേക്ക് തള്ളി വയ്ക്കും. ഇതങ്ങ് വിഴുങ്ങും. അല്ലാതെ മരുന്ന് കൊടുത്താൽ അത് ചിലപ്പോൾ തുപ്പിക്കളയും, എടുക്കുക. അതുപോലെയാണ് പഴത്തിനകത്ത് വെച്ച ഗുളികയാണ് ഇസ്ലാമിക ബാങ്കിങ്. ബാങ്കിങ് സമ്പ്രദായത്തിൻ്റെ ഇക്കണോമി പഠിച്ചവർക്കൊക്കെ അറിയാം, പലിശരഹിതമായ ഒന്നും സാധ്യമേ അല്ല. രാഷ്ട്രങ്ങൾ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്താരാഷ്ട്ര നാണയനിധി ഉണ്ടാക്കിക്കൊണ്ട് പാവപ്പെട്ട രാജ്യങ്ങൾക്ക് തുച്ഛമായ പലിശയ്ക്ക് പണം കൊടുത്ത് ആ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിതരീതിയെ ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്, കൊടുക്കരുത്, വാങ്ങരുത്, കൂട്ടു നിൽക്കരുത്, തെറ്റാണ്, നരകത്തിലിട്ട് പൊരിക്കും. അതൊക്കെ ഇപ്പം ഞാൻ റിട്ടയർ ആയെന്ന് വെച്ചോളൂ. ഇസ്ലാമിനെ ബാങ്കിങ് കുറിച്ച് 2 വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ പോകാം. ഈ നമ്മുടെ ധനകാര്യ മന്ത്രി തോമസ് ഐസക്ക് ഈ ഇസ്ലാമിക് ബാങ്കിങ്ങിൽ വലിയ താല്പര്യം കാണിക്കുന്ന ഒരു ധനകാര്യ വിദഗ്ധൻ. അതിനൊരു ഗൂഢ ഉദ്ദേശം, ഏതെങ്കിലും മതം മൂത്ത മണ്ടന്മാർ പലിശ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിൽ, അത് നമ്മുടെ ട്രഷറിയിലൊക്കെ പണമടച്ചു പലിശ കൊടുക്കണ്ടല്ലോ. എൻ്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു, അദ്ദേഹം PF പെൻഷൻ PF എനിക്ക് പലിശ വേണ്ട എന്ന് എഴുതി കൊടുത്ത ആളാണ്. അങ്ങനെയൊക്കെ തലയ്ക്കകത്ത് മൂത്ത് തലവേദന കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അതാണ് ഈ ഇസ്ലാമിക് ബാങ്കിൻ്റെ പൊള്ളയായ കള്ളത്തരം നിറഞ്ഞ, അത് ബാങ്കിങ്ങിൻ്റെ ഒഴിവാക്കാനാക്കാത്ത ഒരു നിയമമാണെങ്കിൽ അത് മറ്റൊരു പേര്, ലാഭവിഹിതം, നഷ്ടവിഹിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റ് പേരുകൾ, കുപ്പിയും വീഞ്ഞുമൊക്കെ അത് തന്നെ ആയിരിക്കും. ലേബിൾ കളർ വ്യത്യാസമായിരിക്കും. ലേബിളിലെ വാക്യങ്ങൾ പോലും വ്യത്യാസം വരികയല്ല, ലേബിളിൻ്റെ കളർ വ്യത്യാസം. ഇനി പണം മുടക്കുന്ന, ഞാനിപ്പം വീണ്ടും പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ഞാൻ റിട്ടയറായി, എനിക്കൊരു 5 ലക്ഷം രൂപ കിട്ടി. പെൻഷൻ കിട്ടും, പക്ഷേ ഈ കിട്ടിയ ഗ്രാറ്റുവിറ്റിയും മറ്റൊക്കെ എന്ത് ചെയ്യും? പ്രോവിഡൻറ്റ് ഫണ്ട്. അപ്പം ഞാൻ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. പല വഴികളുണ്ട്. നമ്മുടെ MLA കമറുദ്ദീൻ്റെ ജുവലറിയിൽ കൊണ്ട് മുടക്കാം, ഷെയർ മാർക്കറ്റിൽ മുടക്കാം. ഇങ്ങനെയൊക്കെ മുടക്കിക്കഴിഞ്ഞാൽ കമറുദ്ദീൻ പൂട്ടിപ്പോവുകയാണെങ്കിൽ, അഴിക്കുള്ളിലായാൽ എൻ്റെ കാശ് പോക്കല്ലേ. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് KSFE, നാഷണലൈസ്ഡ് ബാങ്ക്, അല്ലെങ്കിൽ പ്രസിദ്ധമായ ചിട്ടി കമ്പനികൾ, അവിടെയൊക്കെ പണം മുടക്കുമ്പോൾ അവർ ഈ കാശെടുത്തുകൊണ്ട് ഒരു നിശ്ചിത ശതമാനം പലിശ മുടങ്ങാതെ, തെറ്റില്ലാതെ, കണക്ക് തെറ്റാതെ, കള്ളക്കണക്ക് എഴുതാതെ കൊടുത്തോണ്ടിരിക്കും. ഞാൻ മറ്റൊരു കച്ചവടക്കാരനാണ്, എനിക്ക് പണം ആവശ്യമുണ്ട്. ഞാനിപ്പോൾ കച്ചവടം ചെയ്യുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു തന്നെയാണ്. ആദ്യ അവസാനം ബാങ്കിൻ്റെ ലോൺ കൂടാതെ കച്ചവടം ചെയ്യൽ അപ്രായോഗികമാണ്. അങ്ങനെ ഞാൻ ലോൺ എടുക്കുമ്പോൾ എന്നിൽ നിന്ന് കൊളാറ്ററൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണം ഞാൻ അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ ഈട് വാങ്ങിക്കാനായിട്ട് എത്ര ഭംഗിയായ ഒരു സെറ്റപ്പ് എന്ന് നോക്കും. ഈ സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനമന്ത്രി യോജന അങ്ങനെ പറഞ്ഞ് മണ്ണാങ്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ തകിടം മറച്ചുകൊണ്ട് വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കി. പക്ഷേ അപ്പോഴൊക്കെ ഇന്ത്യയിലാണെങ്കിൽ RBI തടയും ഒരു പരിധിക്ക്. അതുകൊണ്ട് ഈ പലിശ എന്ന് പറയുന്നത് അപ്രായോഗികമായ, നടപ്പിലാക്കാൻ പറ്റാത്ത, കടുത്ത വിശ്വാസികൾക്ക് പോലും ഒഴിച്ചുകൂടാനാവാത്ത, അതാണ് ഒന്നായി നിലനിൽക്കുമ്പോൾ നിരോധിക്കുന്ന, വേണ്ട എന്ന് പറയുന്ന, ശിക്ഷിക്കുമെന്ന് പറയുന്ന നിയമസംഹിത, അത് പടച്ചോൻ ഉണ്ടാക്കിയതാണോ? അല്ല. ഉണ്ടാക്കിയ ആളിന് വിവരമുണ്ടോ? ഇല്ലേ ഇല്ല. വിശ്വസിക്കുന്നവർക്ക് നടപ്പിലാക്കാൻ സാധിക്കുമോ? ഇല്ല. വിശ്വസിക്കുന്ന നടപ്പിലാക്കിയാലോ ദുരിതങ്ങൾ അതിന് പേര്. നമുക്ക് ഖുർആൻ ഇതിനെ സംബന്ധിച്ച് എന്ന് പറയുന്നു. 130 മുതൽ 138 വരെ
അല്ലയോ വിശ്വസിച്ചവരെ, ഈ കുമിഞ്ഞുകൂടുന്ന പലിശ തിന്നുന്നത് ഉപേക്ഷിക്കുവിൻ. ഉഹുദിൽ മുസ്ലിങ്ങൾക്കുണ്ടായ പരാജയത്തിന് പ്രധാന കാരണം അവർ വിജയിക്കാനെടുത്തപ്പോൾ ധനക്കൊതിക്കടിമപ്പെട്ട് തങ്ങളുടെ കർത്തവ്യം പരിപൂർണതയിൽ എത്തിക്കുന്നതിന് പകരം ഗനീമത്ത് ശേഖരത്തിൽ ശ്രദ്ധ പതിച്ചിരുന്നു. അതായത് യുദ്ധം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഈ പിടിച്ചെടുക്കലാണ് യുദ്ധങ്ങൾ. സ്ത്രീകൾ, ഒട്ടകം, കുട്ടികൾ, അടിമ, അങ്ങനെ മനുഷ്യനെ അങ്ങേയറ്റം ചൂഷണം ചെയ്യാൻ വേണ്ടി തന്നെ കൊള്ളയായിരുന്നു. അത് നബി മാത്രം ചെയ്തതുമല്ല കേട്ടോ. അന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രകൃതമാണ്, രീതിയാണ്, സമ്പ്രദായമാണ്. അതിൽ നിന്ന് ചിന്തിച്ചാൽ അത് ശരി തെറ്റ്. ഇന്ന് നിന്നുകൊണ്ട് ആ നബി യുദ്ധം ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. നബി ചെയ്തില്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യും. നമ്മുടെ മഹാഭാരത യുദ്ധം, അങ്ങനെയാണ് എത്രയെത്ര യുദ്ധങ്ങളാണ് നമ്മൾ കണ്ടതും മനസ്സിലാക്കിയത്, അനുഭവിച്ചത്, അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഈ ഗനീമത്ത് മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ യുദ്ധത്തിൽ കണ്ടെടുക്കുന്ന മുതലുകളിൽ പങ്കാളികൾക്ക്, യുദ്ധ പോരാളികൾക്ക് പങ്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന പങ്കിൽ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. നബിക്കൊരു പങ്കും അള്ളാഹുവിനൊരു പങ്കുമാണ്. നമ്മൾ ഗുരുവായൂരപ്പന് നേന്ത്രപ്പഴം കാഴ്ചവെക്കുന്നത്, തുലാഭാരം കാഴ്ചവെക്കുന്നത് പോലെ ഗുരുവായൂരപ്പൻ ഇത് വല്ല കഴിക്കുമോ? എന്തു പറയാനാണ് എൻ്റെ സുഹൃത്ത്. അതുപോലെ അള്ളാഹുവിന് പോട്ടെ, അത് വേറൊരു കാര്യം. അപ്പോൾ ഈ ഗനീമത്ത് മുതൽ കിട്ടാൻ വേണ്ടി ആളുകൾ ആർത്തി പൂണ്ടിരുന്നു എന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ പലിശ തിന്നുന്നവരോ അവരുടെ ഗതി ചെകുത്താൻ ബാധിച്ച് ഭ്രാന്ത് പിടിച്ചവൻ്റെത് പോലെയാകുന്നു. എങ്ങനെയുണ്ട്? അതായത് പലിശ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്താൽ അത് ഭ്രാന്ത് പിടിക്കുമെന്നാണ്. ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഏകദേശം ഭ്രാന്ത് പിടിക്കേണ്ട സമയം ഖുർആനിക പ്രമാണം അനുസരിച്ച് അല്ലെങ്കിൽ ഹദീസ് അനുസരിച്ച് അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ചെകുത്താനും ബാധിക്കുമായിരിക്കും. അപ്പം അന്നത്തെ ആളുകൾ ഇത് അപ്രായോഗികമെന്ന് കണ്ടിട്ട് കച്ചവടം പോലെ തന്നെയാണ് പലിശ എന്ന ന്യായീകരണം. നേരത്തെ നമ്മൾ കണ്ടല്ലോ, ആളുകൾ ഇങ്ങനെ അപ്രായോഗികമാകുമ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി ദൈവത്തെയും മതത്തെയും സ്വന്തം മനസാക്ഷിയെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ന്യായീകരണം ചമയ്ക്കും. അങ്ങനെ ചമച്ചതാണ് ഇത് കച്ചവടം പോലെ ആണ്. ഇതൊരു കച്ചവടം തന്നെയാണ്. പക്ഷേ അള്ളാഹു പറയുന്നത് ഇത് കച്ചവടമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിലേക്ക് പോകല്ലേ, കച്ചവടം ഞാൻ നിനക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു. അപ്പോൾ കച്ചവടമോ? നമ്മൾ ഇന്ത്യക്കകത്തെ ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക്, ഒരു കച്ചവടക്കാരൻ എന്ന നിലയ്ക്ക് എനിക്കറിയാവുന്ന കാര്യം ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ഈ പെൻഡൻറ്റ് ഹോൾഡർ, ഞാൻ പണ്ട് ഇലക്ട്രിക് കച്ചവടം ചെയ്തതാണ്. ഞാൻ ഡൽഹിയിൽ പോയി. അതായത് ഞാൻ 10 രൂപയ്ക്ക് വിൽക്കുന്ന പെൻഡൻറ്റ് ഹോൾഡറിൻ്റെ ഡൽഹി വില നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കുകയല്ല. ഞാൻ കൊണ്ടുവന്ന് വില കുറച്ച് വിറ്റു, അത് മറ്റൊരു കാര്യം. 1 രൂപയായിരുന്നു. 1 രൂപയ്ക്ക് വാങ്ങിച്ച് 10 രൂപയ്ക്ക് വിൽക്കുന്ന അവസ്ഥ കച്ചവടത്തിൽ. ഇത് നിസ്സാരമായ ഒരു കാര്യമാണ്. ഇപ്പം ബ്രോക്കർ ഉണ്ടല്ലോ, ഈ വസ്തു ബ്രോക്കർ, അവരൊക്കെ 2% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് ഒരു കച്ചവടത്തിൽ തന്നെ ഒരു ബ്രോക്കറേജ് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ കൊയ്യുന്ന ആളുകളുണ്ട്. ബിസിനസ് കോൺട്രാക്ടേഴ്സ്, ഈ ബിൽഡിംഗ് കോൺട്രാക്ട്, അങ്ങനെയൊക്കെ ഇത്തരം മേഖലകളിലൊക്കെ നടക്കുന്ന ചൂഷണത്തെക്കുറിച്ച് ആലോചിക്കാതെ, ചിന്തിക്കാതെ, മനസ്സിലാക്കാതെ, അറിയാതെ കച്ചവടം നീ എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കിക്കും, പലിശ എന്ന പേരിൽ പാടില്ല എന്നുള്ളതാണ്. എത്ര അപ്രായോഗികമായ ഒരു ദൈവ വിളി. മനുഷ്യ ജീവിതത്തിൽ നമുക്ക് വീട് വയ്ക്കണമെങ്കിൽ ലോൺ എടുക്കണം, വിദ്യാഭ്യാസ ലോൺ, വാഹന ലോൺ, വിവാഹ ലോൺ, കാർ ലോൺ, ബൈക്ക് ലോൺ, പണയപ്പണ്ട പലിശ, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഒഴിവാക്കാനൊക്കാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായി അടയ്ക്കുന്നവരുടെ ഗ്രേഡ് വളരെ കൂടുതലാണ്. അവർക്ക് എത്ര വേണമെങ്കിലും, എനിക്കിപ്പോൾ SBI 5 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ഞാൻ ചോദിക്കാതെ അയച്ചു തന്നിരിക്കും.
അങ്ങനെ ഞാൻ പരിമിതമായി ഉപയോഗിക്കുള്ളൂ. ഉപയോഗിക്കേണ്ട രീതിയും ഉപയോഗിക്കേണ്ട ആവശ്യഘട്ടങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ചെലവ് വരുമാനം ഇതിനകത്ത് നിയന്ത്രിതമായി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടല്ല. അങ്ങനെയാണ് ഒട്ടുമിക്ക ആളുകൾ. അതുകൊണ്ട് ഇതൊക്കെ തെറ്റ് എന്ന് പറയുന്നവരെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ നബി ഇത് എങ്ങനെയാണ് നിരോധിച്ചത്? നബിയുടെ കണ്ടുപിടുത്തമാണോ? അല്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിലനിന്ന സമ്പ്രദായത്തിനെതിരെയുള്ള ഒരു രീതി എന്ന നിലയ്ക്ക് 5000 വർഷം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, അന്ന് ധനമില്ലല്ലോ. വിത്ത്, കാള, മൃഗങ്ങൾ, വളർത്തുമൃഗങ്ങൾ ഇതൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും അതിൻ്റെ ഇപ്പം ഞാൻ കുറേ വിത്ത് പലിശയായി തരുന്നെങ്കിൽ അത് കൃഷി ചെയ്ത് ഒരു പശുവിനെ ഞാൻ പലിശയായിട്ട് വാങ്ങിക്കുന്നുവെങ്കിൽ, ഈടായി വാങ്ങിക്കുന്നു, അതിൻ്റെ പാല് പലിശയാണ്. അങ്ങനെ ഈ സമ്പ്രദായം കാർഷിക ജനവിഭാഗത്തിനിടയിൽ നിന്ന് ഉയർന്നു വന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ രീതിയാണ്. ഇത് സമ്പദ്ഘടന മനസ്സിലാക്കാതെ, ഇക്കണോമിക്സ് മനസ്സിലാക്കാതെ സാധ്യമല്ല. അപ്പം ഇത് ജൂതന്മാർ നിരോധിച്ചു. ഇത് നബിയുടെ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇത് കോപ്പിയടിയാണ്. പുള്ളിക്ക് പുതുതായിട്ടൊന്നും പറയാനില്ല. ഉള്ളത് തേച്ചു മിനുക്കി പോളിഷാക്കി അവതരിപ്പിക്കും അദ്ദേഹം. ഇത് കേട്ട് മനസ്സിലാക്കാൻ അന്നത്തെ ആളുകളുടെ വിവരമില്ലായ്മ മുറിമൂക്കന് രാജാവാകാൻ സാധിച്ചു എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇനി മറ്റൊരു കാര്യം പറയപ്പെടുന്നു, അതിൻ്റെ വസ്തുത എനിക്കറിയില്ല. ഈ ജൂതന്മാരാണ് ഈ പലിശയ്ക്ക് പണം കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങളും ചെയ്തുവെങ്കിലും അവർ പ്രീണിതരാകുന്നില്ല എന്ന് കണ്ടുകൊണ്ട് ശത്രുതാ മനോഭാവത്തിലൂടെ അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ തടയാൻ വേണ്ടിയിട്ട്, അവരുടെ വളർച്ച മുരടിക്കാൻ, തന്നോടുള്ള എതിർപ്പിൻ്റെ ശക്തി കുറയ്ക്കാൻ, അവരെ ഉന്മൂലനം ചെയ്യാനുള്ള രീതി എന്ന കണക്കാണ് പലിശ ഹറാമാക്കിയതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതിയൊന്നും എനിക്കറിയില്ലെങ്കിലും ഒരു വാക്ക് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇസ്ലാമിക് ഗോൾഡൻ ഏജിൽ ഇതിനെ ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് വെച്ചാൽ മതത്തിൽ നിന്നുള്ള തിരിഞ്ഞു പോക്കാണ്. പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ശാസ്ത്രീയ മനോഭാവ വൃത്തിയുടെ ഒരു നൂതന മാർഗം അവർ കണ്ടെത്തിക്കൊണ്ട് അതിലേക്കൂടെ, അങ്ങനെയാണ് പ്രഗത്ഭരായ ആളുകൾ അതിനെയാണ് അവർ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അതിൽ നിന്ന് പിന്നാക്കം പായിച്ചതാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക്, ദുർഗതിക്ക് കാരണം. അന്നത്തെ കാലഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നു, ഇസ്ലാമിക് ഗോൾഡൻ ഏജിൽ പറഞ്ഞിരുന്നു, പലിശ വാങ്ങിക്കാൻ. അതായത് മതത്തിനകത്ത് തന്നെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന രീതിയിൽ പരുവപ്പെട്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, അപ്പോൾ പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. എൻ്റെ സുഹൃത്തുൾപ്പെടെയുള്ള മുസ്ലിം ജനസാമാന്യത്തിൽ ജീവിക്കാൻ അറിയുന്നവരൊക്കെ തന്നെ ഈ നിയമത്തെ അറ്റത്തിൽ വെച്ചുകൊണ്ട് തൻ്റെ ജീവിതം സുഗമമാക്കാൻ വേണ്ടിയിട്ട് ദൈവം പറയുന്ന ഈ ഉൾവിളിയെ അർഹിക്കുന്ന അപജ്ഞയോട് തള്ളിക്കളയുമെങ്കിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഉദാഹരണമായി ഇതിനെ കാണും. ശക്തമായി അടിവരയിട്ട് പറയുന്നു, ഇസ്ലാം അപ്രായോഗിക മതമാണ്. കാരണം ഇത് ദൈവനിശ്ചിതമല്ല, മനുഷ്യനിർമ്മിതമാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ ഈ എപ്പിസോഡ് ആഴ്ചതോറും ചെയ്യാനായിട്ട് ശ്രമിക്കാം. എങ്കിലും മാസത്തിൽ 3 എണ്ണത്തിൽ കുറയാതെ 10 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ സഹകരണത്തിനും സ്നേഹത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.